നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 34 അധ്യായം 16 വചനം ഇങ്ങനെ പറയുന്നു: യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുവിൻ, അവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നും ഇണ ഇല്ലാതെ ഇരിക്കുകയുമില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവ് അത്രേ അവയെ കൂട്ടി വരുത്തിയത്. വേദപുസ്തകം എന്താണ്? ഇത് വേദപുസ്തകം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ മനുഷ്യനോടുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ, സൃഷ്ടാവായിട്ടുള്ള ദൈവം സൃഷ്ടിയായ മനുഷ്യന് നൽകുന്ന മാനുവലാണ് ബൈബിൾ. എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ നടക്കണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും എന്തൊക്കെ ചെയ്യാതിരിക്കണമെന്നും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ ആ കമ്പനി അതിൻ്റെ കൂടെ ഒരു മാനുവലൂടെ ഇറക്കുക. ആ ഫ്രിഡ്ജ് എങ്ങനെ ഉപയോഗിക്കണം, അതിനെക്കുറിച്ച്, അതിൻ്റെ പാർട്സുകളെക്കുറിച്ച്, അതിനെല്ലാം വിശദീകരണം എന്ന് പറയുന്ന പോലെ ദൈവം മനുഷ്യന് നൽകിയ വിശിഷ്ടമായ ഗ്രന്ഥമാണ് ബൈബിൾ, ദൈവവചനം. ദൈവവചനം മനുഷ്യന് വേണ്ടി സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായിട്ടുള്ള മനുഷ്യന് നൽകുന്ന മാനുവലാണ്. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതാ പറഞ്ഞ യഹോവയുടെ പുസ്തകത്തിൽ വായിച്ച് അന്വേഷിച്ച് വായിച്ച് നോക്കുവിൻ, അവയിലൊന്നും കാണാതിരിക്കത്തില്ല. എന്നിട്ട് പറയണം, ഒന്നിനെ ഇണയില്ലാതിരിക്കത്തുമില്ല. കാര്യം എന്താ? അവൻ്റെ വായല്ലോ അത് കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തത്. നാം ലോകത്തിൽ കണ്ട എല്ലാ പുസ്തകങ്ങളും, ഈ ബൈബിളിൽ ഒത്തിരി പഴക്കമുണ്ട്. ഏതാണ്ട് 4000 വർഷത്തിൽ ഓളം പഴക്കമുള്ള പുസ്തകമാണ് ബൈബിള്, വേദപുസ്തകം. ഏറ്റവും പുരാതനമായ പുസ്തകം എന്ന് പറഞ്ഞാൽ, ഈ പുസ്തകം നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ ഇന്ന് ആധുനിക യുഗത്തിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന പുസ്തകമാണ് ബൈബിൾ. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുള്ള പുസ്തകമാണ് ബൈബിൾ എന്നുള്ളതാണ്. ഈ പുസ്തകം, വേദപുസ്തകം എഴുതപ്പെട്ടത് 3 ഭാഷകളിലാണ്. എബ്രായ, അരമ്യ, യവന ഭാഷകളിലാണ് ആദ്യമായി വേദപുസ്തകം എഴുതപ്പെടുന്നത്. പിന്നെ അനേക ഭാഷകളിൽ ഈ പുസ്തകം വ്യാഖ്യാനിക്കപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണ്? 2 തീമോത്തിയോസ്
അതിൻ്റെ 3:16 പറയാണ്, പരിശുദ്ധാത്മാ പ്രചോദനത്തിൽ വിവിധ മനുഷ്യരായി എഴുതിയ പുസ്തകമാണ്. അതുകൊണ്ട് ദൈവവിശ്വാസ്യമായ തിരുവെഴുത്ത്, അതുകൊണ്ടാണ് ഇതിന് വേദപുസ്തകം എന്ന് പറയുന്നത്. ഇത് ദൈവവിശ്വാസ്യമാണ്, ദൈവത്തിൻ്റെ ശ്വാസമാണ് ഈ തിരുവചനം. അപ്പോൾ തന്നെ ഇത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി എഴുതപ്പെട്ടതാണ്. എല്ലാ പുസ്തകവും, നമ്മൾ ഏത് പുസ്തകം വായിച്ചാലും അതിൻ്റെ എഴുത്തുകാർ നമ്മുടെ കൂടെ ഇരിക്കത്തില്ല. പക്ഷെ ഈ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രണത്തിൽ എഴുതിയത് കൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്നും എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കും ഇതൊരു വ്യാഖ്യാനിച്ചു നൽകാൻ പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കുന്നു. ഇനി നമ്മൾ ഈ വചനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. തത്വത്തിൽ മൂന്നാമനായ ദൈവമാണ്, ആത്മാവാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഭാഗത്ത് പറയുന്നത്, അവൻ്റെ ആത്മാവത്രേ അവയെ എന്തു ചെയ്യുക, കൂട്ടി വരുത്തിയത്, എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഈ ദൈവവചനത്തെ ഒന്നാക്കി മാറ്റിയത് വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന വ്യക്തികളിലൂടെ. അപ്പം തന്നെ ഈ പുസ്തകം, ചില പുസ്തകങ്ങൾ എഴുതിയിട്ട് അനേക വർഷങ്ങൾക്ക് ശേഷം ബാക്കി ഭാഗം അടുത്ത പുസ്തകം എഴുതപ്പെട്ടത്. എന്നാൽ ഇതിൻ്റെ ഒരു തുടർച്ച, ഒരു ഇണയില്ലാത്ത പുസ്തകമല്ല വാസ്തവമായിട്ട്. കാര്യം ഈ പുസ്തകം ആദ്യം മുതൽ എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവ് ഇതിന് ഇടപെട്ടു, ദൈവത്തിൻ്റെ വാക്ക് അതിനകത്ത് വന്നു. അതുകൊണ്ട് അത് മാത്രമല്ല, ഈ പുസ്തകം നമുക്ക് നൽകുന്ന 3 ചോദ്യങ്ങൾ, മനുഷ്യർക്കുള്ള ചോദ്യങ്ങൾ, എല്ലാ മനുഷ്യർക്കും, ഭൂമിയിൽ ജീവിക്കുന്നവർക്കുള്ള 3 ചോദ്യങ്ങൾ, അതിന് ഉത്തരം നൽകുന്ന പുസ്തകമാണ് ബൈബിൾ. നാം എവിടെ നിന്ന് വന്നു എന്നുള്ളത്, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലായിരിക്കുന്നെന്നുള്ളത്, ഞാനിനി എവിടേക്കാണ് പോകുന്നതെന്നുള്ളത്. 66 പുസ്തകങ്ങളാണ് ബൈബിളിലുള്ളത്. അപ്പോൾ തന്നെ പുതിയ നിയമങ്ങൾ എന്ന് പറയുന്നൊരു ഭാഗം, അപ്പോൾ തന്നെ പഴയ നിയമം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിനു മുമ്പ് ദൈവം തൻ്റെ ജനത്തോട് ചെയ്ത പ്രവൃത്തികളെയാണ് പഴയ നിയമം വിവരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും പാപിയും രോഗിയുമായി തീർന്ന മനുഷ്യന് വേണ്ടി അവൻ നിർവഹിച്ച പാപക്ഷമയുടെയും രോഗസൗഖ്യത്തിൻ്റെയും ശുശ്രൂഷ, ക്രൂശ് മരണം, മരിച്ചവരിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം, സ്വർഗാരോഹണം എന്നിവ പറയുന്ന ഭാഗമാണ് പുതിയ നിയമം. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവനെ ദർശിച്ചവരിലൂടെ തൻ്റെ രോഗശാന്തിയുടെയും പാപക്ഷമയുടെയും ശുശ്രൂഷ എപ്രകാരം തുടർന്നുവെന്നും പുതിയ നിയമം തന്നെ വിവരിക്കുന്നുണ്ട്. യേശുവിൻ്റെ ഉപദേശങ്ങളെ പിൻപറ്റുന്നവർക്ക് അവൻ കൽപ്പിച്ച പ്രകാരം തന്നെ നിരവധി അത്ഭുത പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുമെന്ന് വേദപുസ്തകം വിശദീകരിക്കുന്നു. യോഹന്നാൻ 14:12. അപ്പോൾ വിശുദ്ധ വേദപുസ്തകം ദൈവം നമുക്ക് നൽകിയ ഒരു നിധിയാണ്, ദൈവത്തിൻ്റെ വാക്കുകളാണ്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ആണ് ഇതെല്ലാം കൂട്ടി വരുത്തിയത്, വിവിധ കാലങ്ങളിൽ യോജിപ്പിച്ച് നമുക്ക് തന്നത്. അതുകൊണ്ട് ഇന്ന് ദൈവവചനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടേണ്ടതാണ്. പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ തന്നെ നമ്മുടെ പരിശുദ്ധാത്മാവ് ലുദിയയുടെ ഹൃദയം തുറന്നതുപോലെ നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറന്ന് ദൈവവചനം തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കണം. എന്നിട്ട് പറയാണ്, അവയിലൊന്നും കാണാതിരിക്കത്തില്ല, ഒന്നിനും ഇണ ഇല്ലാതെ ഇരിക്കത്തുമില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്. പറഞ്ഞാൽ ദൈവത്തിൻ്റെ വായാണ്, വാക്കുകളാണ് ദൈവവചനം. വായല്ലോ കൽപ്പിച്ചത് എന്നിട്ട് പറഞ്ഞാൽ അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തത്. പരിശുദ്ധാത്മാവാണ് ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നാക്കി മാറ്റി. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുവചനം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശ്വാസീയമായ തിരുവചനം, ദൈവത്തിൻ്റെ വാക്കുകൾ ആത്മാവിനാൽ രൂപപ്പെടുത്തു വന്നത്, ആത്മാവിൻ്റെ ശക്തിയുള്ള വചനം, അത് വായിക്കാൻ, ഇത് പഠിക്കാൻ, ദൈവവചനത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ
അതേ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങളോട് കൂടെ ഇരുന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ അതിനായി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യമാകേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറട്ടെ. ഭയങ്ങൾ മാറിപ്പോട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ. പിതാവേ, നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ.